ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റും മാക് ടിവിയും ചേർന്ന് നടത്തുന്ന നൂർമേൻ സീസൺ 3 റീജൻ തല മത്സരങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 5 റീജനുകളിൽ നടത്തപ്പെടുകയാണ്. വചനം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. വചനം പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് മത്സരം ആരംഭിക്കാം. ടോട്ടൽ സ്കോർസ് അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾ പല മേഖലകളിലുള്ളവരാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വചനം പഠിക്കാനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പഠന രീതി? ജോലിക്ക് പോകുന്നത് രാവിലെ എണീറ്റിട്ട് രാവിലത്തെ സമയത്ത് പഠിക്കും. പിന്നെ വന്നിട്ടാണെങ്കിലും ആ സമയത്ത് വചനം പഠിച്ച് ഇവിടെ അച്ഛൻ്റെ വചനത്തെ പറ്റിയുള്ള ക്ലാസ്സുകളും അതിൻ്റെ ശക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെങ്ങനെ വചനം ഇപ്പോൾ വായിക്കണം എന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വചനത്തോട് കൂടുതൽ താല്പര്യം തോന്നി. അങ്ങയുടെ പ്രമാണങ്ങൾ എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുക എന്നുള്ള വചനം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പർശിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വറീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള ആ ഒരു സമാധാനമൊക്കെ. നമ്മൾ നൂർമേൻ സീസൺ 1 തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ വചനം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം സീസൺ 1 തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് വചനം പഠിക്കാൻ വേണ്ടി ഞങ്ങൾ 1 മത്സരത്തിൽ പങ്കെടുത്തു. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. ഞങ്ങളുടെ ലൈഫിൽ അത് ഒത്തിരി ചേഞ്ചസ് വരുത്താൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അങ്ങനെ സീസൺ 1, സീസൺ 2, സീസൺ 3 മത്സരിച്ചു. സ്കൂളിൽ രാവിലെ പോകുന്നതിന് മുമ്പ് വചനം വായിച്ചു പോകും. പിന്നെ വൈകിട്ട് വന്ന് പഠിച്ചെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പും വചനം വായിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വചനം പഠിച്ചുകൊണ്ട് മാർക്ക് കുറഞ്ഞിട്ടോ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മാർക്ക് കുഞ്ഞുങ്ങളിലായി 5 വർഷത്തോളം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ആദ്യകൊണ്ടും ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ഒരു ലൈഫിൻ്റെ ഇതിനകത്തൊക്കെ പറയുന്ന പോലെ ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അന്ന് സങ്കടത്തേക്കാളാണ് ഈ സന്തോഷത്തേക്കാളാണ് സങ്കടം തോന്നിയിട്ടുള്ളതായിട്ടൊരു വചനം പറയുന്നത്. പക്ഷെ പിന്നീട് ഇപ്പം ഞങ്ങൾ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ ദുരനുഭവങ്ങളൊന്നും അതായത് ദുരനുഭവം ആക്കത്തില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രായമില്ല, പക്ഷെ അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി